ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. നമ്മുടെ ബാച്ച് 13ന്റെ ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്നാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പേര്. കോഴ്സ്, ഐയുടെ സഹായത്താൽ അധ്യാപകരുടെ ടീച്ചിങ് എങ്ങനെ മെച്ചപ്പെടുത്താം, കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. 10 ദിവസത്തെ ക്ലാസ് ആണ്. നമ്മൾ ഈ ക്ലാസ് റൂമിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഗൂഗിളിന്റെ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ കാണുന്നത് എടുക്കുക എന്നുള്ളത്. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് B13 ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് എഴുതി കാണില്ലേ, അവിടെ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണിക്കും. ഫോണിലായിരുന്നാലും ലാപ്ടോപ്പിലായിരുന്നാലും ഇതേ പരിപാടി തന്നെയാണ്. ഡിസ്ക്രിപ്ഷൻ കാണിക്കും, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഇപ്പൊ ഏകദേശം 85 അധ്യാപകർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് അധ്യാപകർ ജോയിൻ ആവാനായിട്ടുള്ളൂ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, ആദ്യം ഫസ്റ്റ് ടൈമിൽ ക്ലിക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ അതിനകത്ത് കോഡ് അടിച്ചു കൊടുക്കുക, ജോയിൻ കൊടുക്കുക, അത്രയോ. ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഡേ 1 എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 3 ടാസ്ക് ആണ് ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ക്രിയേഷൻ ആണ്. ഒരു കഥ ഐയുടെ സഹായത്താൽ നമ്മൾ തയ്യാറാക്കും. അതിന്റെ അനുയോജ്യമായ ചിത്രം തയ്യാറാക്കും. ചിത്രത്തിന് പറ്റിയ ചിത്രത്തിനെയും ഈ സ്റ്റോറിയും കൂടെ കമ്പൈൻ ചെയ്ത് ബാലരമയിലും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ കാണുന്ന മെത്തേഡിൽ തയ്യാറാക്കും. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ സേവ് ചെയ്യാമെന്ന് പഠിക്കും. അത്രയാണ് ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് നോട്ട് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് സ്വന്തമായിട്ട് ഒരു നോട്ട് തയ്യാറാക്കി എടുക്കാം. ഇതൊരു ഐഡിയ ആണ്. ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു നോട്ടിനെ മറ്റൊരു വെർഷൻ തയ്യാറാക്കുന്ന ഒരു ടെക്നിക്ക്. അതാണ് നമ്മളെ രണ്ടാമത്തെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് വളരെ സിമ്പിൾ. വായനക്കാർ, ഒരു കുഞ്ഞൻ വായനക്കാർ തയ്യാറാണ്. ഇങ്ങനെ ചെറിയ 3 ടാസ്ക്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ, പതുക്കെ പറയത്തുള്ളൂ. വളരെ സ്ലോയിൽ നമുക്ക് പോവാം. അപ്പോൾ ഈ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ ലാപ്ടോപ്പിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈലില് ഇതിനെ വീണ്ടും ഒരു തവണ കൂടെ കാണിക്കും. കാരണം ലാപ്ടോപ്പിലെ സ്ക്രീനും മൊബൈലിലെ സ്ക്രീനും വ്യത്യാസമുണ്ട്. അപ്പോൾ 1-2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത് കാണുന്ന ടീച്ചേഴ്സ് വളരെ കൂളായിട്ടിരുന്ന് കാണുക. കാരണം എന്താണ്, നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ മനസ്സിലായ അധ്യാപകർക്ക് ലാപ്ടോപ്പ് സെക്ഷൻ കഴിയുമ്പോൾ വേണമെങ്കിൽ ലെഫ്റ്റ് ആവും കേട്ടോ. ഈ 3 കാര്യങ്ങളും നമ്മളൊരു 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? തുടങ്ങാം. ക്ലാസ് നമുക്ക് 67 അധ്യാപകർ വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഡേ 1ന്റെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ടീച്ചേഴ്സ്, നമുക്ക് ChatGPT, ജെമിനി ഈ രണ്ടില് ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ChatGPT, ജെമിനി എന്നൊക്കെ പറഞ്ഞ എന്താണ് ടീച്ചേഴ്സ്? ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ചാറ്റ് ബോട്ടുകൾ എന്നാണ് അതിനെ പറയുന്നത്. ചാറ്റ് ബോട്ടുകൾ. നമ്മൾ ഒരാളോട് സംവദിക്കുന്ന പോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യുന്ന ടൂളുമായിട്ട് ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം, ചാറ്റ് ചെയ്യാൻ സാധിക്കും. ലോഗിൻ കൊടുത്ത് കണ്ടിന്യൂ നമ്മുടെ ഇമെയിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കയറാൻ സാധിക്കും. അപ്പൊ അതിനോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും, കാര്യങ്ങൾ ചോദിക്കും, അത് തിരിച്ച് മറുപടി പറയും. അതിനനുസരിച്ച് വീട്ടിൽ ചോദിക്കും. ഒരു ജീനിയോട് നമ്മൾ പറയും. അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മുടെ അലാവുദ്ദീൻ അത്ഭുത വിളക്കിലെ ആ ജീനിയോട് പറയുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാം പറയുന്നു, എല്ലാം നമുക്ക് തയ്യാറാക്കി തരും. അതാണ് പരിപാടി. ഓക്കെ ആണല്ലോ? ഒരു ക്ലിയർ ആയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കും. ചാറ്റ് ബോട്ട്, നമുക്ക് 2 ചാറ്റ് ബോട്ടുകളാണ് ഉള്ളത്. ChatGPT, ജെമിനി. ഇത് രണ്ടിലും നമുക്ക് ഒരേപോലത്തെ റിസൾട്ടാണ്. ഏകദേശം ഒരേപോലത്തെ റിസൾട്ട് കിട്ടും. ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ളത്, അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കും. എനിക്ക് ഇന്നത് തയ്യാറാക്കി തരൂ, അത് തയ്യാറാക്കി തരൂ, ഇത് തയ്യാറാക്കി തരൂ എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് ഈ വൈറ്റ് കളർ ഏരിയ കാണുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് തയ്യാറാക്കി തരും. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഫസ്റ്റ് ടാസ്ക്
ടാസ്ക് 1 സ്റ്റോറി ക്രിയേഷൻ. ഒരു കഥ ഉണ്ടാക്കാൻ പോയാണ്. കഥയുടെ പ്രോംപ്റ്റ് ഞാൻ തന്നേക്കുന്ന ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റ് എ ചിൽഡ്രൻസ് മോറൽ സ്റ്റോറി അബൌട്ട് എ റാബിറ്റ് ആൻഡ് ടൈഗർ. റാബിറ്റിന്റെയും ടൈഗറിന്റെയും കഥ ഉണ്ടാക്കി തരാനാണ് പറയുന്നത്. ബെസ്റ്റ്, അവർ നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സ്റ്റോറി ഷുഡ് ബി കിഡ് ഫ്രണ്ട്ലി. പിന്നെ എന്തായിരിക്കണം? പോസിറ്റീവ് മോറൽ സ്റ്റോറി അതിനകത്ത് ഉണ്ടാവണം. ആൻഡ് കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി എന്ന് പറഞ്ഞ് അതിനെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കോപ്പി ഒരു എടുത്ത് ഡൗട്ട്. പറയണം ടീച്ചർ. പറയൂ. ഹലോ സർ, ആ, പറയും പറയും. അത് ഇപ്പൊ തന്നെ ക്ലാസ് റൂം എടുക്കണോ? കണ്ടിട്ട് സർ, പിന്നീട് ചെയ്താലും മതി. ഏ ഇപ്പൊ കാണുക, ജസ്റ്റ് ഒന്ന് ടീച്ചർ കാണുക. ഓക്കെ, ടീച്ചർ ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാണുന്നുണ്ട്. സ്റ്റെപ്പുകൾ കാണുക, ആ, സമാധാനമായിട്ടുള്ളത് കാണുക, റിസൾട്ടുകളൊക്കെ കാണുക, അനലൈസ് ചെയ്യുക, ഉം. എന്നിട്ട് പിന്നീട് ചെയ്താലും മതി. ഇപ്പൊ എങ്ങനെയാ എടുക്കുക? ടീച്ചർ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. ടീച്ചർ സമാധാനമായിട്ട് ഇപ്പൊ നോക്കുക. വീഡിയോ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. ആ, കാണുന്നുണ്ട്. ഓ, ഓക്കെ, ജസ്റ്റ് സമാധാനത്തോടെ കാണുക. റിസൾട്ട് വരുന്നതൊക്കെ ഒന്ന് കാണാം. ഡൗട്ട് നമുക്ക് പിന്നീട് ചോദിക്കാമേ. ജസ്റ്റ് ഒന്ന് ഓക്കെ. കാണാം. അപ്പോ ഇതാണ് ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് ഞാൻ ഓപ്പൺ ആക്കിയത്. ഓപ്പൺ ആക്കി ഇങ്ങനെ വന്നു. അപ്പോൾ അതിനകത്ത് പ്രോംപ്റ്റ് ഏരിയ ഉണ്ട്. സെൻഡ് പ്രോംപ്റ്റ് ആണ് ഈ ബട്ടൺ. ഞാൻ പറഞ്ഞ കഥയുടെ നോക്ക്, ആ കഥയുടെ പ്രോംപ്റ്റ് ആണ് നിങ്ങളെ കാണാം. ഇത്രയും സാധനങ്ങൾ കൊടുത്തു ഒരു കഥ ഉണ്ടാക്കി താഴെ ചാറ്റ് ജി പി ടി എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. റാബിറ്റും വേണം, ടൈഗറും വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ്. അപ്പൊ അത് തയ്യാറാക്കി തരും. ഒന്ന് കൊടുക്കുകയാണേ. സെൻഡ് പ്രോംപ്റ്റ്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എത്ര, 5 സെന്റൻസ് വേണോ, 10 സെന്റൻസ് വേണോ, 15 സെന്റൻസ് വേണോ, എത്ര വേണോന്ന് എന്നോട് ചോദിക്കാം. കഥയ്ക്ക് നമ്മൾക്ക് ഇപ്പൊ ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിക്കാണെങ്കിൽ നമുക്ക് 5 സെന്റൻസ് ഉള്ള കഥ മതിയല്ലോ. അപ്പൊ 5 ഞാൻ വെറും 5 ടൈപ്പ് ചെയ്തു. 5 സെന്റൻസ് ഉള്ള കഥ റെഡി. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ചാറ്റ് ബോട്ടിന്റെ പ്രൊസീജിയർ കണ്ടല്ലോ. സ്റ്റോറിക്കുള്ള പ്രോംപ്റ്റ് കൊടുത്തു, തയ്യാറാക്കി തന്നു. ഇനി അടുത്തതായിട്ട് അത് നമ്മുടെ ടാസ്ക് 1ലെ ആദ്യത്തെ പ്രോംപ്റ്റ് ആണ് ഞാൻ എടുത്തത്. കണ്ടല്ലോ, ഈ പ്രോംപ്റ്റ് 1ന്റെ താഴെ ഈ കാണുന്ന ഇത്രയാണ് ഞാൻ എടുത്തത്. ഇനി രണ്ടാമത്തെ പ്രോംപ്റ്റ് എടുക്കാം. ക്രിയേറ്റ് എ കളർഫുൾ ചൈൽഡ് ഫ്രണ്ട്ലി ഇലിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ദ ഇമേജ് ഷുഡ് ബി, നേരത്തെ വായിച്ചതാ, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയണം. ഓ, ഇലിസ്ട്രേഷൻ ആക്കി തയ്യാറാക്കി തരാൻ പറയാം. ഇത്രയാണ്. അയ്യോ, ഇന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്താൽ പ്രശ്നമാണ്. ക്ലാസ് ബ്രേക്ക് ആവും. നമുക്ക് ഡൗട്ടിനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പൊ ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ സമാധാനമായിട്ട് നോക്കുക. ക്രിയേറ്റ് എ കളർഫുൾ ചൈൽഡ് ഫ്രണ്ട്ലി ഇലിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി എന്ന് പറയും. നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്താണ് ടീച്ചേഴ്സ്? ഇമേജ് തയ്യാറാക്കി തരാം. എന്താണ്? സ്റ്റോറി കിട്ടിയല്ലോ, അതിന്റെ ഒരു ഇമേജ് തയ്യാറാക്കി തരാൻ പറയുന്നത്. ഇത് സിമ്പിൾ. അപ്പൊ നമുക്ക് ചാറ്റ് ജി പി ടി പടേന്ന് തയ്യാറാക്കി തരും. ചാറ്റ് ജി പി ടി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു ഇമേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇമേജ് തയ്യാറായി വന്നു. ഉണ്ടല്ലോ, റാബിറ്റുമായി ടൈഗറായി. സ്റ്റോറിക്കകത്ത് കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ആദ്യത്തെ 1-2 വരികളൊന്ന് വായിച്ചു തരാം. എ കൈൻഡ് റാബിറ്റ് ആൻഡ് ജെന്റിൽ ടൈഗർ വേർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. ദേ പ്ലേ ടുഗദർ എവരി ഡേ എന്നൊക്കെ പറഞ്ഞ ഒരു കഥ നമുക്ക് കുട്ടികൾക്ക് വായിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് ഏയുടെ സഹായത്താൽ നമ്മളൊരു സ്റ്റോറി തയ്യാറാക്കി. രണ്ടാമത് ആ സ്റ്റോറിക്ക് പറ്റിയ ഒരു ഇമേജും തയ്യാറാക്കി. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ടാസ്ക്. 2 കൂട്ടുകാരും കൂടെ നിൽക്കുന്നു. അപ്പൊ 2 സ്റ്റെപ്പുകൾ നമ്മൾ വിജയകരമായി പൂർത്തിയായി. ഇനി എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കമ്പൈൻ ചെയ്യാനാണ്. അതായത് സ്റ്റോറിയും ഇലുസ്ട്രേഷനും കൂടെ കമ്പൈൻ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോറിയും ഇലുസ്ട്രേഷനും കൂടെ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറയാം.
ഞാനിത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യും. ഏതില്? ജെമിനിയിലാണ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും സ്റ്റെപ്പുകൾ ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഒരു മെത്തേഡ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പോകാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്ലാസ് ഇപ്പോൾ ലൈവ് കാണുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ഒത്തിരി തവണ കണ്ട് ഒത്തിരി തവണ ചെയ്യുക. ഒരുപാട് എത്രത്തോളം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച ക്ലാസ് പോകും. ഇതിനിടയ്ക്ക് ഒത്തിരി ദിവസം ടൈമുണ്ട്. മാക്സിമം ട്രൈ ചെയ്യും. ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ് വളരെ എളുപ്പത്തിൽ കിട്ടും. തുടക്കക്കാർക്ക് ഇപ്പൊ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ അതനുസരിച്ച് ചെയ്താൽ മതിയാവും. ഒരുപാട് പേര് ചാറ്റ് ജി പി ടിയിൽ ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. കിട്ടുന്നുണ്ട് സാർ, കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും. ആഹ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇതിനിടെ സാധാരണ എല്ലാ ബാച്ചിലും പറയുന്നതാണ്. ഇതിന്റെ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെക്കണേ. നിങ്ങളുടെ വാട്സ് B13 ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിന്റെ മീഡിയ വിസിബിലിറ്റി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്ത ഇപ്പൊ കുറെ ഇമേജുകൾ ടീച്ചേഴ്സ് വിടുമല്ലോ. അപ്പൊ ആ ആവശ്യമില്ല, മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലറി ഫുൾ ആവത്തില്ല. നമ്മുടെ ഗാലറി ഫുൾ ആവത്തില്ലേ. അപ്പോ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചോണം. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് കിട്ടിയോ? നോക്കട്ടെ. കിട്ടിയോ? ആ, വന്നു. ഞാൻ എന്താ പറഞ്ഞേ? ഒരു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഡിസൈൻ സ്റ്റോറി പേജ്. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റോറി പേജ് തയ്യാറാക്കി തരാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു സൈഡിൽ നമ്മുടെ സ്റ്റോറിയില്ലേ, സ്റ്റോറിയുടെ വരികൾ വന്നു. മറ്റേ സൈഡിൽ എന്ത് വന്നു? ആ ഇമേജ് വന്നു. കാര്യം സിമ്പിൾ. 5 വരിയുള്ള സ്റ്റോറി. ഇത് നമുക്ക് കുട്ടികൾക്ക് വായിക്കാനൊക്കെ കൊടുക്കാം. ഓക്കെ. ഇനി എങ്ങനെയാ ഇതിനെ നമുക്ക് സേവ് ചെയ്യണ്ടേ? അത് പഠിക്കണ്ടേ? സേവ് ചെയ്യാൻ പഠിക്കാതെ വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെ സേവ് ചെയ്യാം? അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, സേവ് ഇമേജ്. ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്നവർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇനി ഫോണിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ, നമ്മൾ കുറച്ച് നേരം ആ ചിത്രത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഫോണിൽ ഉപയോഗിക്കുന്നവര് ആ ചിത്രത്തിൽ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പൊ സേവ് ഓർ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ വരും. എൻ്റെ ഫോണിൽ എന്താ വരുന്നേ? സേവ് എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കുന്നു. അപ്പൊ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ സേവ് ആവും. അല്ലാതെ താഴെ ഒരു ഷെയർ ബട്ടൺ കാണിക്കും. അതൊന്നും ഒരു കാരണവശാലും കൊടുക്കരുത്. അതൊരു നല്ലൊരു ഹാബിറ്റ് അല്ല. ഒരു ഗ്രൂപ്പുകളിലും നമ്മുടെ ഷെയർ വരുമ്പോൾ അതിന്റെ ലിങ്കും കൂടെ ചേർത്താൽ വരും. എന്താണ് കുഴപ്പമെന്ന് അറിയോ? ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്നത് എൻ്റെ ഇത്രയും കാലത്ത് ഞാൻ ചെയ്ത ചാറ്റിന്റെ ഹിസ്റ്ററിയാണ്. അപ്പൊ നമ്മളൊരു ഷെയർ കൊടുത്താൽ ഈ ഹിസ്റ്ററിയൊക്കെ ഒരു തേർഡ് പേഴ്സണ് കാണാനുള്ള ഒരു നമ്മുടെ പ്രൈവസി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നൊക്കെ നല്ല കാര്യമാണ്. ഇടുക. ഇന്നത്തെ വർക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ സർ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കും. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുമ്പോൾ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ കാണും. ആ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ പോയി ഇത് സേവ് ആവും. എവിടെ സേവ് ആവും? ഗാലറി. മുകളിൽ ഇങ്ങനത്തെ ഒരു ഡൗൺ ആരോയുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ. ഓക്കെ. ഷെയർ ബട്ടൺ കഴിവതും ഒഴിവാക്കുക. ഓക്കെ. ഞാനൊന്ന് പെട്ടെന്ന്, അധിക സമയങ്ങള് പെട്ടെന്നൊന്ന് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യണം ഈ സെയിം സ്റ്റെപ്പ്. ഓക്കെ. കിട്ടുന്നുണ്ട്. കിട്ടിയവർക്ക് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നോ ഇഷ്യൂ. നമുക്ക് 100 പേരുള്ളതുകൊണ്ട് ഇപ്പൊ 100 വർക്കുകൾ വരട്ടെ. അപ്പൊ ഒരിക്കൽ കൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യണേ. ആദ്യത്തെ ടാസ്ക് നമ്മൾ ജെമിനിയിലാണ് രണ്ടാമത്തെ തവണ ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ പറയട്ടെ. നമ്മുടെ
സ്റ്റോറി ക്രിയേഷൻ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ടാസ്ക്. എന്തായിരുന്നു ടീച്ചേഴ്സ്? സ്റ്റോറി, കഥ തയ്യാറാക്കാനാണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റിൽ പറയണ ഒരു മോറൽ സ്റ്റോറി തയ്യാറാക്കി തരൂ. മോറൽ സ്റ്റോറിയിൽ എന്തൊക്കെ വേണം? കടുവയും വേണം, റാബിറ്റും വേണം, അവർ നല്ല കൂട്ടുകാരായിരിക്കണം എന്നുള്ളതാണ് ഈ ടൈപ്പ് ചെയ്ത് ചെയ്യും. പിന്നെ പ്രോംപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ ജെമിനി എന്ന് പറയുന്ന മറ്റൊരു AI ടൂളിന്റെ സഹായത്താലാണ് ഞാൻ ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് കൊടുത്തു. അങ്ങനെ സെൻഡ് ചെയ്ത് ആ സ്റ്റോറി ഇപ്പോൾ ഇവിടെ തയ്യാറായി കിട്ടും. എന്തൊക്കെയോ കഥകൾ ഇതിനകത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. 3 ഷോർട്ട് പാരഗ്രാഫ് ആയിട്ടാണ്. ഓ, ഇത്തിരി വലിയ ഡീറ്റെയിൽ ആയിട്ടാണ് ജോജോ റിയലൈസ്. എനിക്ക് കുറച്ച് മതി, 5 സെന്റൻസ് മതി. ഇത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഐ നീഡ് 5 സെന്റൻസ്. കണ്ട, ഓരോ ചാറ്റിൽ ബോട്ടിനും ഓരോ സ്വഭാവം ഉണ്ട്, നേച്ചർ മാറിയതാണ്. അപ്പൊ ഇതിന് പേരൊക്കെ കൊടുത്തു. രാജ, ഓക്കെ. ഇപ്പൊ 5 സെന്റൻസിലെ കുഞ്ഞനാക്കി തന്നു. ഓക്കെ, ഞാൻ ഹാപ്പിയായി. അപ്പൊ ആദ്യം ഈ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഇത്രയും നെടുനീളൻ ആണ് ഉണ്ടാക്കി തന്നെ. അതാണ് ഈ ചാറ്റ് ബോട്ട് മനസ്സിലാക്കി. അപ്പൊ അതിനെ ഞാൻ കുഞ്ഞനാക്കി 5 സെന്റൻസ് മതി എന്ന് പറഞ്ഞു. ഇനി നമ്മളെ രണ്ടാമത്തെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റ് എ കളർഫുൾ ചൈൽഡ് ഇലിസ്ട്രേഷൻ, കൂടുതൽ വായിച്ച് ബോറടിപ്പിക്കണ്ട. രണ്ടാമത്തെ എന്തായിരുന്നു ടീച്ചേഴ്സ്? അതിന്റെ ചിത്രം തയ്യാറാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ജെമിനിയിലും പ്രാക്ടീസ് ചെയ്യാം. ഇത് കഴിഞ്ഞോടെ നമ്മൾ നോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. വേറൊരു സ്റ്റൈലുള്ള ജെമിനിയുടെ ഞാൻ കുറച്ചു കാലമായി ജെമിനി ഉപയോഗിച്ചിട്ട്. ഇപ്പൊ കൊള്ളാം, നല്ല രസമുണ്ട്. മുമ്പ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രങ്ങളല്ല വന്നുണ്ട്. ജെമിനിയിൽ ഇപ്പൊ ChatGPT പോലെയൊക്കെ വന്നു. കൊള്ളാം, നൈസ്. നമുക്കിപ്പോ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ളതാണ്. നമുക്ക് പോർട്രേറ്റ് വേണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോർട്രേറ്റ് ഇമേജ് നമുക്ക് തയ്യാറാക്കി തരും. ഇതിനിടയിൽ നമ്മുടെ സാധാരണ ഒരാളെ കൊണ്ട് എന്തൊക്കെ ജോലി ചെയ്യിപ്പിക്കാമോ അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരു ഇത് തീർന്നു പോയാൽ അത് കൂടെ പറഞ്ഞു കേട്ടെ. നമ്മളെ ChatGPTക്കും ജെമിനിക്കും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഫ്രീ ആയിട്ടുള്ളതാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ChatGPTയിൽ തീരുകയാണെങ്കിൽ നിങ്ങൾ എന്തിൽ ചെയ്യണം? ജെമിനിയിൽ വരണം. ജെമിനിയിൽ തീർന്ന ChatGPTയിൽ, അങ്ങനെ മാറി മാറി ഉപയോഗിക്കാമേ. ഇനി അവസാനത്തെ പ്രോംപ്റ്റ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്തോട്ടെ. ഇതിനകത്ത് പറയുന്നത് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ ടാസ്ക് അല്ലല്ല, അവസാനത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ ടാസ്ക് 1ന്റെ അവസാനത്തെ സ്റ്റെപ്പ് കണ്ടല്ലോ ടീച്ചേഴ്സ്. നമുക്ക് സ്റ്റോറിയും ചിത്രവും ഒക്കെ നല്ല രസമായിട്ട് ജെമിനി തയ്യാറാക്കി തന്നു. ജെമിനിയിൽ ഇവിടെ ഡൗൺലോഡ് ഫുൾ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിലെ ഡൗൺലോഡ് ഫോൾഡറിൽ പോയി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ടാസ്കിലോട്ട് കിടക്കാം. വേറെ ഇഷ്യൂ ഇല്ല എന്ന് തോന്നുന്നു. 2 തവണ റിപ്പീറ്റ് ചെയ്തു. ChatGPTയിലും ചെയ്തു തന്നു, ഈ ജെമിനിയിലും ചെയ്തു തന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നോട്ട് തയ്യാറാക്കുക. എന്തായി നോട്ട് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്, അത് AI കൊണ്ട് നമ്മൾ തയ്യാറാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല കാര്യമല്ലേ, ഇല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രാധ ടീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ, രാധ ടീച്ചറും പുഷ്പം ടീച്ചറും. രാധ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് പുഷ്പം ടീച്ചർ നോട്ട് ഇങ്ങനെ വാങ്ങി. നല്ല രസമുള്ള നോട്ടാണ്. അപ്പോൾ ആ നോട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ഈ പുഷ്പം ടീച്ചർ AI കൊണ്ട് അതിന്റെ മറ്റൊരു വേർഷൻ തയ്യാറാക്കി.
ആദ്യത്തെ നോട്ടിനേക്കാൾ 10 മടങ്ങ് നല്ല മറ്റൊരു നോട്ട്. ഓക്കെ, അത് നമുക്ക് എ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യിക്കാം. ഇത് നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള ഒരു സംഭവമാണ്. വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ കേട്ടോ. നമുക്ക് പ്രോംപ്റ്റ് നോക്കിയോ, ഇത്രേ ഉള്ളൂ, കുഞ്ഞൻ കുഞ്ഞൻ പ്രോംപ്റ്റുകൾ. അപ്പോൾ ഈ എങ്ങനെ നോട്ട് എവിടെ നിന്നാ കിട്ടുക, അത് എങ്ങനെയായിരിക്കും ഈ രാധ ടീച്ചറിന്റെ ഫോട്ടോ പുഷ്പൻ ടീച്ചർ എടുത്തത്? ഫോണിലൊരു ഫോട്ടോ, കൂട്ടുകാരിയുടെ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഒരു ഫോട്ടോ അങ്ങ് എടുത്തു. ഗാലറിയിൽ വരൂലേ, അങ്ങനെ വരാം. ഇനി ഓൾറെഡി നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഒരുപാട് വാട്സാപ്പ് ഓലാപ്പിന്റെ അടക്കമുണ്ട്, അവിടെയൊക്കെ ഉണ്ടാവും ഒരുപാട് നോട്ട് ഇല്ലേ, അതിനെ നമുക്ക് എടുക്കാം. ഇനി മൂന്നാമതൊരു വഴി പറഞ്ഞുതരാം. ഗൂഗിളിൽ നമുക്ക് എങ്ങനെ നോട്ട് കിട്ടും? ഗൂഗിൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇമേജ് എടുത്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒരു ടോപ്പിക്ക് കൊടുത്തോട്ടെ, ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നോട്ട് കൊടുത്തു. അങ്ങനെ എടുക്കും, ഏത് വിധേനയും നിങ്ങൾക്ക് എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാം. ഞാൻ സെർച്ച് ചെയ്ത പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാം. വാട്സാപ്പ് പോയിട്ട് അവിടുത്തെ പിക്ചർ എടുത്ത് ഗാലറി കൊണ്ടുവന്ന് അങ്ങനെയും ചെയ്യാം. എങ്ങനെയെങ്കിലും ഒരു നോട്ട് എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? നോട്ട് ഏത് വിധേനയും എടുക്കാം. ഒരു ചിത്രം, ഒരു ഇതുപോലത്തെ ഒരു പേജ് ഇങ്ങനെ എടുക്കുക. കണ്ടല്ലോ, കംപ്ലീറ്റ് ഫോട്ടോസിന്തസിസ് പ്രോസസ്, പേജ് 1. നല്ല രസമായിട്ട് പ്രിന്റഡാ. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും കേട്ടോ. ലാപ്ടോപ്പില് കോപ്പി ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. കോപ്പി ഇമേജ് ചാറ്റ് ജി പി ടിയിൽ വരാം. ചാറ്റ് ജി പി ടിയിൽ വരിക, കോപ്പി ദെൻ പേസ്റ്റ്, ഇത്രയും ചെയ്തോ. ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് എടുത്തു, കോപ്പി ഇമേജ്, ദെൻ നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ വന്നിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ചിത്രം ഇവിടെ വന്നു. ഇത് ഒരു മെത്തേഡ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് കൊടുത്താൽ നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ചിത്രത്തിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഞാൻ റിപ്പീറ്റ് ചെയ്യും, ആരും ടെൻഷൻ അടിക്കുന്നു. സിമ്പിൾ സംഭവം. പ്രോംപ്റ്റും വളരെ സിമ്പിളാണ്. എന്താണെന്ന് ടീച്ചേഴ്സ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് എന്തായിരുന്നു? 2 വരികൾ. ഇമേജ് ടു ടെക്സ്റ്റ്, ഇമേജ് ടു ടെക്സ്റ്റ്, അത്രേ ഉള്ളൂ. ഈ കാണുന്ന ചിത്രത്തിലെ ടെക്സ്റ്റിന് അത്ര എനിക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ കണ്ണൊന്നും പറ്റാത്ത പ്രായമാണല്ലോ. ഇതുണ്ട്, വളരെ സിമ്പിളായിട്ട് ആ ഈ കണ്ട സാധനം നമുക്ക് വായിച്ചെടുക്കാനൊക്കെ വളരെ പാടല്ലേ. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എടുക്കുന്ന ചിത്രം ക്ലിയർ ആയിരിക്കണം. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കുന്നവർ നല്ല ക്ലിയർ ആയിട്ട് വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ കൈ ഒന്ന് ഷെയ്ക്ക് ആവാതെ ഫോട്ടോ എടുക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ ഗാലറിയിൽ എത്തിച്ചു കിട്ടിയാൽ നിങ്ങളെ ജോലി തീരും. അപ്പൊ എന്ത് മാജിക് പ്രോംപ്റ്റ് ആണ് നമ്മൾ കൊടുത്ത ടീച്ചേഴ്സ്? ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ ടെക്സ്റ്റ് ആക്കി എനിക്ക് കിട്ടി. നമ്മൾ ആദ്യത്തെ ടീച്ചറിന്റെ നോട്ട് നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണേ? ഈ നോട്ടിന്റെ മറ്റൊരു പകർപ്പ്, ഈ നോട്ടിന്റെ വേറൊരു ഫോർമാറ്റ്, വേറൊരു വേർഷനാണ് നമ്മൾ തയ്യാറാക്കുക. എങ്ങനെയാണ് തയ്യാറാക്കുക? അതിന്റെ പ്രോംപ്റ്റ് താഴെ കാണുമല്ലോ. പ്രോംപ്റ്റ് 2ന്റെ താഴെ തയ്യാറാക്കും. എന്തായിരുന്നു ആ മാജിക് വേർഡ്? ഐ നീഡ് ന്യൂ വേർഷൻ ഓഫ് ദിസ് നോട്ട്, ബട്ട് റിമെമ്പർ ന്യൂ വേർഷൻ മസ്റ്റ് ബി യൂണിക്. എന്ത് സിമ്പിൾ. എന്തായിരുന്നു പറഞ്ഞത്? എനിക്ക് ഈ നോട്ടിന്റെ ഇപ്പൊ തയ്യാറായി കിട്ടിയില്ലേ, ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു മാറ്റിയ സാധനം, ഇതിന്റെ മറ്റൊരു വേർഷൻ തയ്യാറാക്കുക. അപ്പൊ നോക്കാം, നമുക്ക് എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഈ നോട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഹെഡിങ് എന്തായിരുന്നു? കംപ്ലീറ്റ് ഫോട്ടോസിന്തസിസ് പ്രോസസ്. ഇതിന്റെ ഹെഡിങ്ങോ? ഫോട്ടോസിന്തസിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ എല്ലാവരും മാറ്റി, ഈ കണ്ടന്റ് അടക്കം മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ഫസ്റ്റ് ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ എടുത്തതിലെ ഫോട്ടോസിന്തസിസ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. ഇതിലെങ്ങനെയാ തന്നിരിക്കുന്നത്? ഫോട്ടോസിന്തസിസ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ത്രൂ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. മാറി കിട്ടിയോ? പുതിയ ഒരു വെർഷൻ കിട്ടി.
ടീച്ചേഴ്സ് നോട്ട് എഴുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. എനിക്ക് ഈ നോട്ട് ഞാൻ പഠിപ്പിക്കുന്നത് 3-ാം ക്ലാസ്സിലെ കുട്ടിക്കാണ്. അപ്പൊ ഞാൻ എന്താ പറയണേ, എനിക്കിതിനെ 3-ാം ക്ലാസ്സിലെ കുട്ടിയുടെ ലെവലിലേക്ക് മാറ്റിത്തരും. ഐ നീഡ് ടു ടീച്ച് സ്റ്റാൻഡേർഡ് 3 സ്റ്റുഡൻസ്. 3-ാം ക്ലാസ്സിലെ പ്ലീസ് ചേഞ്ച് നോട്ട് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 3. അങ്ങനെ കൊടുത്താലും മതി. പ്ലീസ് ചേഞ്ച് അത് മതി, മറ്റേത് ആണോന്നില്ല. പ്ലീസ് ചേഞ്ച് നോട്ട് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 3 ലെവൽ. അങ്ങനെ കൊടുക്കാം. നമുക്ക് പ്രോംപ്റ്റ് കുറഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. പ്ലീസ് ചേഞ്ച് നോട്ട് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 3 ലെവൽ. സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടി 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോഴാണ് 10-ാം ക്ലാസ്സുകാരന് വേണം ഇല്ലേ. ഒരു ടീച്ചർ പറയാണ്, ഞാൻ 10-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്, എനിക്ക് 10-ാം ക്ലാസ്സിന്റെ സ്റ്റാൻഡേർഡിലോട്ട് ആക്കി തരണം. അപ്പോൾ വേറെ ഒന്നുമില്ല, അതിനെ തന്നെ കോപ്പി ചെയ്ത് സ്റ്റാൻഡേർഡ് 10 കുറെ ഇക്വേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് ഇതാകും, കുറച്ചും കൂടെ എലോബറേറ്റ് ചെയ്ത് തന്നു. ഒരു ചെറിയ പോയിന്റിൽ നിന്ന് നമ്മൾ എവിടോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് AI വെച്ചിട്ട് ഇങ്ങനെ ഒട്ടനവധി നോട്ടുകൾ ഉണ്ടാക്കാം. AI കൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യിക്കാം, നമുക്ക് ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ പ്ലീസ് ക്രോസ് ചെക്ക് ദിസ് നോട്ട്. ഇനി ChatGPT തയ്യാറാക്കിയതിനെ ജെമിനിക്ക് കൊടുത്തിട്ട് ജെമിനിയെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരുപാട് മെത്തേഡ് നമുക്കുണ്ട്. അപ്പോൾ കുറച്ച് കറക്റ്റൊക്കെ ചെയ്ത് കണ്ടോ, കറക്റ്റഡ് വേർഷൻ. നമ്മളിതൊന്നും വായിച്ചു നോക്കുന്നില്ല, ജസ്റ്റ് കണ്ട് 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 പോകും. ഓക്കെ, എനിക്ക് ഈ നോട്ട് ഇതിൽ ChatGPT കണ്ടാൽ മതിയാ, പിന്നെ എനിക്ക് കൊണ്ട് പോണ്ടേ. അപ്പൊ ഏത് ഫോർമാറ്റിൽ എനിക്ക് വേണം? വേർഡ് ഫോർമാറ്റിൽ കിട്ടിയാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. എൻ്റെ പേര്, എൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ എനിക്ക് ആഡ് ചെയ്യാം, ക്ലാസ് വെച്ച് ആഡ് ചെയ്യാം അല്ലേ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം പറയാൻ വേണ്ടി, സോറി ഇത് ഞാൻ പറയാമേ. ഔട്ട്പുട്ട് എനിക്കിത് മലയാളം ഉത്തരോട്ട് കിട്ടണം, അത് പറയാൻ പറ്റും. ഐ നീഡ് മലയാളം വെർഷൻ. കാരണം മലയാളം മീഡിയം പിള്ളേർ ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം മീഡിയം പിള്ളേരും ഉണ്ടല്ലോ. അവരെയും നമുക്ക് കൈകാര്യം ചെയ്യണ്ടേ, അവർക്കും കൊടുക്കണ്ടേ. ഇതാവും മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടി മലയാളം വെർഷൻ റെഡി. ടീച്ചേഴ്സ് താങ്ക്സ് പിന്നെ പറഞ്ഞാൽ മതി. സംഭവം പ്രയോജനകരമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഭയങ്കര അടിപൊളി സംഭവമാണ്. AI വെച്ച് നമുക്ക് ടീച്ചിങ്. ശീല ടീച്ചർ വരച്ച് തള്ളാണ്. എന്തോന്ന് ടീച്ചറെ, ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യും, ടീച്ചർ അവിടെ നിന്ന് വരയ്ക്കും. ഓക്കെ, മലയാളം വെർഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതൊക്കെ തയ്യാറായി കിട്ടി അല്ലേ. ഇതിൽ വാട്സപ്പിൽ കണ്ടാൽ മതിയല്ലോ, പോരല്ലോ. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ ഫോണിലോ കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്ത് വെക്കണം ഇത്. കാരണം പിന്നീട് എനിക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുക്കേണ്ടതാണ്, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കേണ്ടതാണ്, സമഗ്രയിൽ അയച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പം അത് ഇങ്ങനെ കൊണ്ടുവരാം. ഏതാണ് നമുക്ക് എടുക്കേണ്ടത് അതിനെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇത്രയും മതി. ഓക്കെ, ഇത്രയും എനിക്ക് മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തിട്ട് നമ്മുടെ വേർഡ് ഫയലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി, എളുപ്പം ഇല്ലേ. വാട്സപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം, ഒരു മെത്തേഡ്. പക്ഷെ അതിനെന്തോ ഒരു ചേർച്ചക്കുറവ്. നമുക്കൊരു ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാ ഗൂഗിൾ ഉപഭോക്താക്കൾക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം, ഗൂഗിൾ ഡോക്സ്.
ഗൂഗിൾ ഡോക്സ്, DOCS, ഗൂഗിൾ ഡോക്സ്. അതെങ്ങനെ എടുക്കാം? ഗൂഗിൾ ഡോക്സ്. ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് റിപ്പീറ്റ് എന്നൊന്ന് പറയണേ. ഈ നോട്ടിന്റെ സെക്ഷൻ ഒരിക്കൽ കൂടെ പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ റിപ്പീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടെ ഈ നോട്ടിന്റെ നമ്മുടെ ഉം, ഈ സെക്ഷൻ ഇപ്പൊ എടുത്തില്ലേ, ഇത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. കമന്റ് സെക്ഷൻ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഡൗട്ട് സെക്ഷൻ ഉണ്ട് എങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ടൈപ്പ് ചെയ്തിടാം. ഞാൻ ഈ നോട്ടിന്റെ സെക്ഷൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചാറ്റ് സെക്ഷൻ യൂസ് ചെയ്യണേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആണ്. സൗജന്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ എടുത്തിട്ട് ഡോക്സ് എന്ന് അടിച്ചാൽ മതി, ഗൂഗിൾ ഡോക്സ് കിട്ടും. അവനെ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് പേസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും വേർഡും ഒക്കെ അറിയാം എന്ന് വിശ്വസിക്കുന്നു. ആവശ്യമുള്ള സൈസ് ഒക്കെ ആക്കുക, കളറുകൾ ആവശ്യമുള്ള കൊടുക്കുക. മനോഹരമാക്കി നമുക്ക് ഈ കംപ്ലീറ്റ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ കാണിക്കുന്നില്ലേ, അത് ഇവിടെ കിട്ടാം. അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അവിടെ വെറുതെ ഒരു ഞെക്ക് കൊടുത്താൽ അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് അവിടെ ഞെക്കിയാൽ ആദ്യത്തെ ഈ ടൈറ്റിൽ നേരെ അങ്ങ് കംപ്ലീറ്റ് വേണ്ടായിരുന്നു അല്ലേ. നമുക്ക് ആ ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സ് ഒന്ന് മതിയല്ലോ, കംപ്ലീറ്റ് വേണ്ട. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഫോണിലും ഒക്കെ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. PDF ആയിട്ട് വേർഡായിട്ടും കിട്ടും. അത് വീണ്ടും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഡോക്കായിട്ട് സേവ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേർഡായിട്ട് സേവ് ചെയ്യണം. PDF ആണ്, പിന്നീട് എഡിറ്റ് ഒന്നും വരുത്തണ്ടെങ്കിൽ PDF ആയിട്ട് സേവ്. ഇത് കൊടുത്താൽ മാത്രം അവിടെ കിട്ടും. റിപ്പീറ്റ് ചെയ്യണോ വേണ്ടി? പ്ലീസ് എക്സ്പ്ലെയിൻ വൺസ് മോർ. തീർച്ചയായും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യമുള്ളതാണ്. ടീച്ചേഴ്സ് ചാടി വീഴും അല്ലേ. സാധാരണ നമ്മുടെ ഈ AI കോഴ്സ് ബിക്കം എ സ്മാർട്ട് ടീച്ചേഴ്സ് ആയ അധ്യാപകരെ ഇപ്പൊ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ തയ്യാറാക്കി. നിങ്ങളും അതിലേക്ക് എത്തും. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്? നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. പുതിയ ചാറ്റ്. നേരത്തെ ഞാൻ ChatGPT-യിലാണ് ചെയ്തത്. എനിക്ക് ജെമിനി എടുക്കാം. ന്യൂ ചാറ്റ്. എല്ലാത്തിലും പുതിയ പ്രോസസ്സ് വരുമ്പോൾ ന്യൂ ചാറ്റാണ് തുടങ്ങണേ കേട്ടോ. ടീച്ചേഴ്സ്, ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം സോഴ്സ് വേണം. എന്ത് വേണം? സോഴ്സ് വേണം. നമുക്കൊരു നോട്ടിന്റെ മറ്റൊരു പകർപ്പ് നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സോഴ്സ് വേണം. അതെങ്ങനെ എടുക്കാം? ഫോണാണ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ എവിടെ സേവ് ആവും? ഗാലറിയിൽ സേവ് ആകും. ഇനി വാട്സപ്പിൽ കിടക്കുന്നതാണെങ്കിലും നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ സേവ് ആക്കാൻ പറ്റും. രണ്ടാമത് ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് ഗൂഗിളിന്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയെങ്കിലും ഗാലറിയിൽ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഞാൻ ഗൂഗിൾ എടുക്കുകയാണേ. ഇനി വേറെ ഒരു സബ്ജക്റ്റ് പിടിക്കണമല്ല, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് തന്നെ പറയാം. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതല്ലേ നല്ലത്. കൺഫ്യൂസ് ആവില്ല. ഒരേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഏത് ചിത്രമായിരുന്നു? കൈകൊണ്ട് എഴുതിയ തരണമായിരുന്നല്ല, അതില്ല. അതാ ഈ ചിത്രമാണ് കൊടുത്തത്. ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തു. അപ്പോ ഇവിടെ വലുതായിട്ട് കാണിച്ചു. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി എന്ന് പറഞ്ഞാണ്. കോപ്പി ഇമേജ് ഉണ്ട്. സേവ് ഇമേജ് പറഞ്ഞ് എന്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ആവും. സേവ് ഇമേജ് കൊടുക്കട്ടെ. സേവ് ഇമേജ്. അപ്പൊ ഫോണുകാര് ഹാപ്പി ആവട്ടെ. ഡൗൺലോഡ്സിൽ സേവ് ചെയ്തു. ഇമേജ് ഒന്നെന്നാണ് എൻ്റെ പേര് ഓർത്തിരിക്കണം. നമ്മൾ ജെമിനിയിൽ വന്നു, അപ്ലോഡ് ഫയൽസ്, ഡൗൺലോഡ്സ്, ഏറ്റവും ആദ്യം വന്ന് കണ്ടല്ലോ, പ്ലസ് ബട്ടൺ ആണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. ഈ ചിത്രം കൊണ്ടുവരാൻ വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽസ്. ഏതാ കൊടുത്തെ? അപ്ലോഡ് ഫയൽസ്. മുന്നേ നമ്മൾ ചെയ്തപ്പോൾ കോപ്പി പേസ്റ്റ് ആണ് ചെയ്തത്. ഇവിടെ നിന്ന് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന്
പേസ്റ്റ് ചെയ്തു. ഇത്തവണ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ഫയൽ കൊടുത്ത് ഇതൊന്ന് അറ്റാച്ച് ചെയ്തു. ഇനി എന്താ നമ്മുടെ അടുത്ത മാജിക് പ്രോംപ്റ്റ്? ജീനി എനിക്ക് തയ്യാറാക്കി തരൂ, ടെക്സ്റ്റ് ആക്കി തരൂ. അപ്പൊ അതിനുവേണ്ടി പ്രോംപ്റ്റ് ഇമേജ് ടു ടെക്സ്റ്റ്. ഞാൻ അവിടെ ക്ലാസ് റൂമിൽ പോയി എടുക്കുന്നില്ല, അത് കിടപ്പുണ്ട്, ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. ഇമേജ് ടു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യും, ഇമേജ് ടു ടെക്സ്റ്റ്. അപ്പൊ ആ നോട്ട് പറയും, ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട ആ നോട്ട് അത്രയും ടെക്സ്റ്റ് ആക്കി നമ്മൾ കണ്ടല്ലോ, 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 കണ്ടു. പിന്നെ നമ്മുടെ സെക്കൻഡ് പ്രോംപ്റ്റ് എന്തായിരുന്നു? ഐ നീഡ് ന്യൂ വെർഷൻ ഓഫ് ദിസ് നോട്ട് ബട്ട് റിമെമ്പർ ന്യൂ വെർഷൻ മസ്റ്റ് ബി യൂണിക്. എനിക്ക് പുതിയ വെർഷൻ വേണം ഇതിന്റെ, അത് യുണീക്കും ആയിട്ട്. ഓ, ഇതിപ്പോ ഞാൻ ഫോട്ടോസിന്തസിസ് എടുത്തതേ ഉള്ളൂ. നമുക്ക് ഏത് വിഷയമായിരുന്നാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? റിസർച്ച് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. സ്വന്തമായിട്ട് പലതരം നോട്ടുകൾ തയ്യാറാക്കുന്നവർക്ക് ഉപകാരപ്പെടും. ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തില്ല കേട്ടോ, സബ്മിറ്റ് കൊടുത്തില്ല. സബ്മിറ്റ് കൊടുത്താലേ പ്രോസസ്സ് തുടങ്ങും. ഓക്കെ ഓക്കെ, പുതിയ വെർഷൻ വരുന്നു, പുതിയ വെർഷൻ വരുന്നു, കണ്ടല്ലോ. എല്ലാം മാറ്റും, കംപ്ലീറ്റ്. അവിടെ ഒരു ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ഉണ്ട്. ഓപ്ഷൻ 2ഉം തന്നിട്ടുണ്ട്. ഓരോ ചാറ്റ് ബോട്ടിലും നമ്മൾ ഓരോ രീതിയാണ് കേട്ടോ. ഞാൻ അത് വായിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഈ ജെമിനി 2എണ്ണം തന്നു, ഓപ്ഷൻ 1ഉം 2ഉം തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ച് നോക്കി നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്ത് അതിനകത്ത് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയാവും കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും എഡിറ്റിംഗ് ടൈപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കും. ഞാനൊരു ഓപ്ഷൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയ ഒരെണ്ണമാണ് പറയുന്നത്, ഈ ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ് ഗൂഗിളിന്റെ സൗജന്യമായിട്ടുള്ള ഒരു ടൂളാണ്, ജിമെയിൽ പോലത്തെ. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇമെയിൽ നേരത്തെ ലോഗിൻ ആയിരിക്കുമല്ലോ, എല്ലാ ഫോണുകളിലും ലാപ്ടോപ്പിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കും, ആഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഇമെയിൽ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത്, ഇല്ലെങ്കിൽ നമ്മളെ ഇമെയിൽ ഐ ഡി ആവശ്യപ്പെടും, നമ്മൾ കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കും. ഇതെല്ലാം അങ്ങനെയാണ് കേട്ടോ, ചാറ്റ് GPT, ജെമിനി എല്ലാത്തിലും നമ്മൾ ഒരു തവണ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കണം, ഇമെയിൽ ഐ ഡി കൊടുത്തേ. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുക, കളർ മാറ്റുക, സൈസ് മാറ്റുക, ആവശ്യമുള്ള കാര്യങ്ങൾ, സ്കൂളിന്റെ പേര് കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ടൈറ്റിൽ അവിടെ കിട്ടാനായിട്ട് ഇവിടെ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സയൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി അത് സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ പോയിട്ട് ഡൗൺലോഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, PDF ഉണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, PDF ഉണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇത് രണ്ടുമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഉബുണ്ടുവിലൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന് ODT കിടപ്പുണ്ട്, ODT അതും ഉപയോഗിക്കും. ബാക്കി താഴോട്ടുള്ളതൊന്നും അങ്ങനെ ആവശ്യം വരത്തില്ല. നമുക്ക് ആവശ്യം വരുന്ന ഈ മൂന്നെണ്ണത്തില് ഡോക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിന്റെയാണ്. PDF എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. PDF പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫോർമാറ്റാണ്. ആരോ മൈക്ക് എടുത്തല്ലോ, എന്താണെന്ന് പറയാമോ? സ്പെഷ്യൽ പ്രോംപ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇടണേ. ഇടാം. നമ്മൾ ഈ പ്രോംപ്റ്റുകളൊക്കെ ഒത്തിരി ഇടാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ടിപ്സ് പോലെ. അങ്ങനെ നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരാം. ഈ കഴിവതും കുറച്ച് നോട്ട്, ചിലപ്പോൾ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന കാര്യം നേരത്തെ ഇത് ഏതായിരുന്നു, നേരത്തെ ഇവിടെ കുറച്ച് 7ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ അപ്പോൾ മനസ്സിൽ വന്നതാണ്.
അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുന്ന സമയത്ത് ഓരോ ഐഡിയാസ് മനസ്സിൽ വരും. ഇല്ല, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഓരോരുത്തർക്കും ഓരോ ഐഡിയ വരും. അപ്പോൾ അതാണ് നമ്മുടെ നോട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ പ്രയോജനമുള്ളതാണ്. ചെയ്തു നോക്കുക. മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളം വെർഷൻ എന്ന് പറഞ്ഞ് വെറുതെ ടൈപ്പ് ചെയ്താൽ. ഫോണിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എനിക്ക് മലയാളത്തിലാക്കി തരൂ എന്ന് പറയാം. അപ്പൊ അത് മലയാളത്തിലാക്കി തരും. ഈ ജെമിനിയാണ് കേട്ടോ മലയാളത്തിനൊക്കെ കാലൻ. ഇതിനേക്കാളും ചാറ്റ് ജി പി ടിയേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നത് ജെമിനിയാണ്. അപ്പൊ നിങ്ങൾ രണ്ടും മാറി മാറി ഉപയോഗിക്കണം. ഓക്കെ, ഇത് വേണ്ടായിരുന്നു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജോലി ഒന്നും. അപ്പൊ നമ്മൾ രണ്ട് ടാസ്ക് ആണ് നമ്മളിപ്പോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ആദ്യത്തെ ടാസ്ക് സ്റ്റോറി തയ്യാറാക്കി, രണ്ടാമത്തെ ടാസ്ക് ആയിട്ടുള്ള നോട്ട് തയ്യാറാക്കാം. നോട്ട് മാത്രമല്ല, ഈ മെത്തേഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ടും ഉണ്ടാവും. അപ്പൊ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പല പല ടെക്സ്റ്റുകളും നോട്ടുകളും ഒക്കെ എടുത്തു വെച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്യും. എന്റെ നമ്പർ ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇനി വരുന്ന എന്റെ നമ്പർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആ നമ്പർ സേവ് ചെയ്യും. അപ്പോൾ മൂന്നാല് പേര് ഉണ്ട് ഓലാപ്പിന്റെ ഭാഗമായിട്ട്. അപ്പൊ എന്റെ നമ്പറിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ടുകൾ കിട്ടും. മറ്റ് നമ്പറുകളിൽ ചോദിച്ചാൽ അവരൊന്നും ഈ ടെക്നിക്കൽ സൈഡിൽ അറിവുള്ളവരല്ല. ഓക്കെ, അപ്പോൾ എന്റെ നമ്പർ ഒരു 9895 തുടങ്ങുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ആ നമ്പറിൽ ചോദിക്കാം. ടാസ്ക് 3, റീഡിംഗ് കാർഡ്. ഡിയർ ടീച്ചേഴ്സ്, ഇതിലൊന്നും പറയാനില്ല, വളരെ സിമ്പിളാണ്. നമുക്കൊരു ചിത്രം തയ്യാറാക്കി തരൂ, ഒരു റീഡിംഗ് കാർഡ് തയ്യാറാക്കി തരൂ. 1-ാം ക്ലാസ്സിന്റെ റീഡിംഗ് കാർഡ് തയ്യാറാക്കി തരൂ, 2-ാം ക്ലാസ്സിന്റെ അല്ലെങ്കിൽ മാമ്പഴത്തിന്റെ തരൂ, ഓറഞ്ചിന്റെ തരൂ, എന്ത് വേണം. ഇതുപോലത്തെ സിമ്പിൾ പരിപാടി. പറയാനും ഒന്നുമില്ല, ചെയ്യാനും ഒന്നുമില്ല, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ രണ്ട് ടാസ്ക് പോലെയല്ല, ഏറ്റവും എളുപ്പമുള്ള. ക്രിയേറ്റ് എ സിമ്പിൾ ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ് അബൌട്ട് എ മാംഗോ ഫോർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ്, including a title, 5 short, easy to read sentences. നോക്കാം. പ്രോംപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ചാറ്റ് ജി പി ടിക്ക് പണി കൊടുക്കാം. ന്യൂ ചാറ്റ് എടുത്ത് വേണം പുതിയ പുതിയ വർക്കുകൾ ചെയ്യും. പുതിയ ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പുതിയ തയ്യാറാക്കി തരൂ. അപ്പൊ ഒരു വായനക്കാട് തയ്യാറാക്കുക. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ 5 സെന്റൻസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് കാർഡ് തയ്യാറാക്കി തന്നു. മലയാളത്തിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്താനേ പറ്റുന്നില്ല, എന്തെങ്കിലും ടിപ്പുണ്ടോ? പിന്നെ അതേ ഉള്ളൂ, നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് എല്ലാത്തിനും എഐയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും നമുക്ക് സൊല്യൂഷനും. അത് ആ ടീച്ചർ ചോദിച്ചത് തന്നെയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. മലയാളത്തിൽ തയ്യാറാക്കി ഈ വായനക്കാർഡ് നമ്മൾ മലയാളത്തിൽ തയ്യാറാക്കിക്കേ. അപ്പൊ പ്രശ്നങ്ങൾ വരും. രണ്ടാമത്തെ എന്താണ് പ്രോംപ്റ്റ്? ക്രിയേറ്റ് എ മലയാളം റീഡിംഗ് കാർഡ്, മാമ്പഴം. അതിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ കളർഫുൾ ഇലിസ്ട്രേഷൻ. അപ്പോ മാംഗോയുടെ ഒരെണ്ണം കിട്ടി. നമ്മൾ ചിത്രമാക്കിയില്ല അല്ലേ? ചിത്രം ആക്കാൻ വിട്ടു. എനിക്കിതിനെ ചിത്രമാക്കണേ. ഈ സ്റ്റോറി ബോർഡ് ഇങ്ങനെ ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടിയാൽ പോരാ, ചിത്രമാവണം. അപ്പൊ അതിന് വേണ്ടി എന്ത് വേണം? ക്രിയേറ്റ് ഇമേജ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, ഇത് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത്. എന്താണ് ഈ ക്രിയേറ്റ് ഇമേജ്? നമ്മൾ പറയണം ചിത്രം തയ്യാറാക്കി തരൂ. എന്നിട്ട് ഈ സാധനത്തിനെ എടുത്ത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ. ഒരിക്കലും പറയാം, ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ 2 വേർഡ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവനെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഒട്ടം കിട്ടാം. അപ്പൊ ഇതിന്റെ ഒരു ഈ വായനക്കാർഡിന്റെ ഒരു ആഡി പൊളിയായിട്ടുള്ള ഒരു എന്ത് കിട്ടും? ചിത്രം, വായനക്കാർഡ്, റിയൽ ആയിട്ടുള്ള വായനക്കാർഡ് തയ്യാറാക്കി കിട്ടും. ആദ്യം തയ്യാറാക്കിയ ടെക്സ്റ്റ് ആണേ. ടെക്സ്റ്റ് നമ്മൾ വായിച്ച് നമ്മൾ അതിൽ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇത് 1-ാം ക്ലാസ്സുകാരന് കൊള്ളാം കൊടുക്കാം, അല്ലെങ്കിൽ 5-ാം ക്ലാസ്സുകാരന് കൊടുക്കാം.
അല്ലെങ്കിൽ 10ാം ക്ലാസ് തന്നെ കൊടുക്കാം എന്നുള്ള അവസ്ഥയാണെങ്കിൽ അതിന് ഇമേജ് ക്രിയേറ്റ് ഇമേജ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. യെസ്, മാംഗോ റെഡി. കണ്ടല്ലോ, ഇതിനകത്ത് മലയാളം വെർഷൻ നമ്മൾ കൊടുത്താൽ ഇതിന്റെ തന്നെ മലയാളം കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ക്രിയേറ്റ് എ കളർഫുൾ മലയാളം ഗ്രീറ്റിംഗ് കാർഡ്, അങ്ങനെ ചെയ്യാം. മലയാളം വെർഷൻ കൊടുത്തും ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മുടെ ഈ കോഡ് എടുത്തും ഈ പ്രോംപ്റ്റ് എടുത്തും പേസ്റ്റ് ചെയ്യും. രണ്ട് മെത്തേഡിലും നമുക്ക് മലയാളം കിട്ടുമ്പോൾ ആ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരും. അത് എന്ത് ചെയ്യാൻ, എന്താ കാരണം? കാരണം ഇത് സായിപ്പിന്റെ സോഫ്റ്റ്വെയർ ആണ്. ചാറ്റ് GPT ആയിരുന്നാലും ജെമിനി ആയിരുന്നാലും ഇതെല്ലാം സായിപ്പിന്റെ സോഫ്റ്റ്വെയർ ആണ്. അവര് ഫോറിൻ ആയിട്ടുള്ള ഈ ലാംഗ്വേജുകളിലൊക്കെ എക്സ്പേർട്ടായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സ്പേർട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളാണ് ഈ കാണിക്കുന്നത്. തമിഴായിരുന്നാലും മലയാളം വായനക്കാടൊക്കെ ഉണ്ടാക്കും. ചെറിയ ചില കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു 2 മാസം മുമ്പുള്ള അവസ്ഥയല്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രോംപ്റ്റ് ഉപയോഗിച്ച് തിരുത്താനുള്ളത് ഇന്ന് പഠിക്കാം. മലയാളത്തിൽ വരുന്ന തെറ്റുകൾ പ്രോംപ്റ്റ് ഉപയോഗിച്ച് തിരുത്തുന്നത് ഇന്ന് നമ്മൾ പഠിക്കും. അല്ലാതെ ഒത്തിരി ഒരുപാട് തെറ്റുകൾ വരുമ്പോൾ തിരുത്താനായിട്ട് Day 3യുടെ ഭാഗമായിട്ട് നമ്മൾ ക്യാൻവ പഠിക്കും. ക്യാൻവയിൽ നമ്മൾ തിരുത്താനായിട്ട് പഠിക്കും. ഇപ്പൊ 2 മെത്തേഡിലാണ് മലയാളത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. പ്രോംപ്റ്റ് വെച്ചുള്ളത് ഇന്ന് തിരും. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ മാമ്പഴം ഒരു ഗുണമേന്മ, അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഗുണമേന്മയുള്ള പഴയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് മഞ്ഞയോ പച്ചയോ ആയിരിക്കും. മാമ്പഴം മരങ്ങളിൽ വളരുന്നു. പഴുത്ത മാമ്പഴം നാം കഴിക്കുന്നു. മാമ്പഴം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പോ പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഗുണമേന്മയുള്ള പഴയാണ് എന്നുള്ളത് മാറ്റിയിട്ട് മാമ്പഴം ഒരു രുചിയുള്ള പഴമാണ് എന്ന് ആക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ഈ ഗുണമേന്മയുള്ള പഴയാണ് എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ ഫോണിലാണ് നിങ്ങളിപ്പോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. വെറുതെ ഫോണിൽ ഇങ്ങനെ 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 വരച്ചു കൊടുത്താൽ മതിയല്ല, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഫോണിൽ ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ട്. ലാപ്ടോപ്പിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ ഇച്ചിരി പാടാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ, അല്ലേ? മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വല്ല മംഗ്ലീഷ് കീബോർഡൊക്കെ എടുക്കാം. എന്തെടുക്കാം? മംഗ്ലീഷ്. മംഗ്ലീഷ് മംഗ്ലീഷ് ഏതെങ്കിലും രീതിയിൽ ഇത് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഫോണിൽ മലയാളത്തിൽ കറക്റ്റ് ചെയ്യാം. ലാപ്ടോപ്പ് ചെയ്യുന്നവർക്ക് എന്നോടൊപ്പം ഞാൻ ഈ ചെയ്യുന്നു. ഗുണമേന്മയുള്ള പഴയാണ് എന്നുള്ളതാണ് കിടക്കുന്നത്, അല്ലേ? ഞാനത് ഇംഗ്ലീഷും കൂടെ ഒന്ന് ചേർത്തോട്ടെ അതിൻ്റെ അകത്ത്. അതായത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോംപ്റ്റ് സെക്കൻഡ് ലൈനിലാണല്ലോ കറക്ഷനുള്ള. ഐ നീഡ് ടു റീപ്ലേസ്, രണ്ടാമത്തെ വരിയെ റീപ്ലേസ് വിത്ത് ദിസ് വേർഡ് എന്ന ഒരു വേർഡ് ഞാൻ കൊടുക്കാം. അപ്പൊ അത് നമ്മളിവിടെ വെളിയിൽ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഗുണമേന്മ ഉള്ള പഴമാണ്. അപ്പൊ ഞാൻ ഇത് എടുത്തത് ഒരിക്കൽ കൂടെ പറയാം. എങ്ങനെയാണ് ഈ മലയാളം അടിക്കേണ്ട സൂത്രം എടുത്തത്? ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് മംഗ്ലീഷ് എന്ന് അടിച്ചു കൊടുത്തു. മംഗ്ലീഷ്. ഇപ്പൊ ലാപ്ടോപ്പ് ചെയ്യുന്നവർ മാത്രം ഇതിങ്ങനെ മംഗ്ലീഷ് എടുത്താൽ മതിയേ. ഫോണിൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് പറ്റുമല്ലോ. ഗുണമേന്മയുള്ള ഗുണമേന്മയുള്ള പഴമാണ്, ഇങ്ങനെ ആക്കി തരാൻ വേണ്ടി ഞാൻ പറയാം. എങ്ങനെ മലയാളം നമുക്ക് പ്രോംപ്റ്റ് ഉപയോഗിച്ച് തിരുത്താം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ സാധാരണ ഒരാളോട് പറയല്ലേ, എനിക്ക് ഇപ്പൊ ഒരു DTP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാം, ആ ഗുണമേന്മയുള്ള പഴയാണെന്ന് മാറ്റിയിട്ട് അതിന് പകരം
ഗുണമേന്മയുള്ള പഴമാണ് എന്ന് മാറ്റി തരാമോ എന്ന് നമ്മൾ പറയൂലേ, നമ്മളൊരു DTP സെന്റർ അതിന്. ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ഐ നീഡ് ടു റീപ്ലേസ് സെക്കൻഡ് സെന്റൻസ് ആണ്. സെക്കൻഡ് ലൈൻ. ഒന്ന് മാറുമെന്ന് നോക്കാം. ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ്, സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് സെക്കൻഡ് ലൈനിനെ മാറ്റി തരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യാം. എവിടെയാണോ നമുക്ക് മാറ്റേണ്ട ആ ലൈൻ പറഞ്ഞു കൊടുക്കുക. മാമ്പഴം എന്നുള്ളത് മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും ആക്കണമെങ്കിൽ ഈ ഈ തന്നിട്ടുള്ള ഈ റീഡിംഗ് കാർഡിൽ നിന്ന് മാമ്പഴം മാറ്റിയിട്ട് അതിന് പകരം മറ്റൊരു വാക്ക് കൊടുക്കണം. ഇത് പേരയ്ക്കാണ്, ഇതിന്റെ മൊത്തം മാറ്റിയിട്ട് പേരയ്ക്കാന്നാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ നമുക്ക് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ. പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. എല്ലാം ഇങ്ങനത്തെ തന്നെയാണ്. ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. വായനക്കാർഡ് തയ്യാറാക്കാൻ ഞാൻ തന്ന പ്രോംപ്റ്റ് തന്നെ ഉപയോഗിക്കണം, അങ്ങനെ ഒരു റോളും ഇല്ല. നമുക്ക് നമ്മുടെ സാധാരണ സംസാര ഭാഷയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ 2 റെസ്പോൺസ് കിട്ടി. യെസ്, സക്സസ്. മാമ്പഴം ഒരു ഗുണമേന്മയുള്ള പഴമാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു മലയാളത്തിലെ വായനക്കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുമായിരുന്നു. അപ്പൊ പ്രോംപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ 2 തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തത് ഞാൻ കൊടുത്തതുപോലെ അല്ല കിട്ടിയത്, ആദ്യത്തേതായിരുന്നു ഞാൻ കൊടുത്തതുപോലെ കിട്ടിയത്. ഓക്കെ, ശരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞു. 3 ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 ടാസ്കും നമ്മൾ ചെയ്തു. ഇനി അടുത്ത നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഉപയോഗിച്ച് ഒരു തവണ കൂടെ ചെയ്ത് കാണിക്കും. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായവർക്ക് ആണെങ്കിൽ ലെഫ്റ്റ് ആവാം കേട്ടോ. തീരെ മനസ്സിലാവാതിരിക്കുന്നവർ മാത്രം മൊബൈലിലുള്ള വെർഷൻ നോക്കിയാൽ മതിയാകും. ഇപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു ടൈമാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് എടുക്കാം സംശയത്തിന് വേണ്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ 3 ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു മെസ്സേജ് വന്നല്ലോ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ടീച്ചറെ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിരുന്നു ചെയ്തു. മനസ്സിലായവരെ ഓക്കെ ആണേ. മനസ്സിലാവാത്തവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ആദ്യത്തെ ടാസ്ക് റിപ്പീറ്റ് ചെയ്യണം. തീർച്ചയായും ഞാൻ മൊബൈലിലോട്ട് വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒന്ന് പറയാമേ. ആദ്യത്തെ ടാസ്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മൊബൈലിൽ. മറ്റെന്തെങ്കിലും സംശയങ്ങൾ? ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയി. ആദ്യത്തെ ആര് മൈക്കോണാക്കി പേടിപ്പിക്കുന്നു? ആരാ മൈക്കോണാക്കി പേടിപ്പിക്കുന്നു? ക്ലാസ്സിൽ കയറാൻ ലേറ്റായി, കുഴപ്പമില്ല, സെറ്റ്. ഓക്കെ, റഹീല ടീച്ചറിന് സെറ്റാണ്. ടീച്ചറിന്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരും. നമുക്ക് ആദ്യത്തത് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യത്തത് മൊബൈലിൽ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇതിനെ ഒന്ന് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് മൊബൈലിൽ ചെയ്യാം. തുഷാര ടീച്ചർ ചോദിക്കുന്നത് ഒന്ന് കേട്ടു. ചേട്ടൻ തന്നെ ബഹളം വയ്ക്കണം. താങ്ക് യു സർ. റിൻസി ടീച്ചർ വെൽക്കം. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും, എളുപ്പമാണ് AI എന്ന് പറയുന്നത്. നമുക്ക് അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഇന്ന് നമ്മൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്യാൻ പാടില്ല പക്ഷേ നമുക്ക് ടൈം വളരെ ഇതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 കണ്ടന്റ് ആദ്യമേ എടുത്ത് ആഡ് ചെയ്യുന്നത്.
പിന്നെ അതുമല്ല എല്ലാ ബാച്ചിലും ആദ്യത്തെ ദിവസം എല്ലാവരും വരും, പിന്നീട് അത് കഴിഞ്ഞിട്ട് ആരെയും കാണാറില്ല. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ലൈവ് അറ്റൻഡ് ചെയ്യും, എങ്കിലേ അതിന്റെ ഗുണം കിട്ടും. എങ്കിലേ നിങ്ങൾ ഈ മെനക്കെട്ടുന്നതിന് ഫലം കിട്ടുള്ളൂ. എല്ലായിടത്തും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടത്തില്ല, എവിടെ പോയിരുന്ന. അധ്യാപകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം തീർച്ചയായും കിട്ടും. നമ്മുടെ 10 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപയോഗമുള്ളതാണ്. ഒരു ക്ലാസ് പോലും ആരും മിസ് ചെയ്യരുത്. വേറെ സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഫോണിലോട്ട് പോകാം അല്ലേ? ഞാനെന്ന് ഫോണിലോട്ട് പോവാണ്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്, ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. സാർ നമ്മൾ